ആണവരാജ്യമാക്കാനുള്ള കരാറിൽ അമേരിക്ക ഒപ്പുവെച്ചത് മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ കരാറിന് പിന്നാലെ പുതിയൊരു നിബന്ധനയാണ് സൗദിക്ക് മുന്നിൽ ട്രംപ് വെച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. റിയാദ് ഇത് അംഗീകരിക്കുമോ? എന്താണ് ട്രംപിന്റെ പദ്ധതി? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും ഒപ്പുവെച്ച ചരിത്രപരമായ സിവിലിയൻ ആണവ സഹകരണ കരാർ എന്താണെന്ന് ആദ്യം അറിയാം. സൗദിക്ക് സ്വന്തം മണ്ണിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ നിയമപരമായ ചട്ടക്കൂട് നൽകുകയാണ് പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. സാധാരണയായി US ഒപ്പുവെക്കാറുള്ള കർശനമായ ആണവ നിബന്ധനകളിൽ നിന്ന് വിഭിന്നമായി സൗദി മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഭാവിയിൽ അനുമതി നൽകിയേക്കാവുന്ന വ്യവസ്ഥകൾ ഈ കരാറിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കരാർ അനുസരിച്ച് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനും യുറേനിയം സമ്പുഷ്ടീകരിക്കാനും സൗദിക്ക് കഴിയുമെങ്കിലും US കമ്പനികൾക്കായിരിക്കും മുൻഗണന. എങ്ങനെയെന്ന് വെച്ചാൽ സൗദി സ്വന്തമായി ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കില്ല. പകരം അമേരിക്കൻ കമ്പനികളായിരിക്കും സൗദിയിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക. ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യയും അമേരിക്കയാകും നൽകുക. 30 വർഷത്തേക്കാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഗൾഫിന്റെ സുരക്ഷയ്ക്കും ആദ്യഘട്ടത്തിൽ പവർ പ്ലാന്റുകളിൽ ഊർജ്ജത്തിനും വേണ്ടിയാകും ആണവ നിലയങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് വിശദീകരണം. കരാർ ഒപ്പുവെച്ച് മണിക്കൂറുകൾക്കകമാണ് ട്രംപ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പുതിയ നിബന്ധന മുന്നോട്ട് വെച്ചത്. ഈ ആണവ കരാർ പൂർണ്ണമായും അംഗീകരിക്കപ്പെടണമെങ്കിൽ സൗദി അറേബ്യ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്ന അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന് ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലാവധിയിൽ USന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച ചരിത്രപരമായ നയതന്ത്ര ഉടമ്പടിയാണ് എബ്രഹാം അക്കോർഡ്സ്. പതിറ്റാണ്ടുകളായുള്ള അറബ് ഇസ്രായേൽ ശത്രുത അവസാനിപ്പിച്ച UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത് ഈ ഉടമ്പടിയിലൂടെയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള സൗദി അറേബ്യയെ കൂടി ഈ ഉടമ്പടിയുടെ ഭാഗമാക്കുക എന്നത് ട്രംപിന്റെ ദീർഘകാലത്തെ ലക്ഷ്യമാണ്. ട്രംപിന്റെ പുതിയ നിബന്ധന സൗദിക്ക് വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുൻപ് സൂചനകൾ നൽകിയിരുന്നെങ്കിലും അതിന് കൃത്യമായ ചില വ്യവസ്ഥകളും സൗദി മുന്നോട്ട് വെച്ചിരുന്നു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള വ്യക്തമായ ചട്ടക്കൂടും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളും ഉറപ്പാക്കാതെ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കില്ല എന്നതാണ് സൗദിയുടെ ദീർഘകാലത്തെ ശക്തമായ നയതന്ത്ര നിലപാട്. ഗസയിലെയും മിഡിൽ ഈസ്റ്റിലെയും നിലവിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ഫലസ്തീൻ വിഷയം പരിഗണിക്കാതെ ഇസ്രായേലിന് അംഗീകാരം നൽകുന്നത് സൗദിക്ക് കടുത്ത പ്രാദേശിക പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്തു. സൗദി തങ്ങളെ അംഗീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ചരിത്രപരമായ സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചെങ്കിലും സിവിലിയൻ ആണവ കരാർ വഴി സൗദിക്ക് യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി ലഭിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളിൽ നേരിയ ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസർവുകളുള്ള സൗദിക്ക് ആണവ ഊർജ്ജത്തിന്റെ ആവശ്യമില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആണവ നിലയം സൗദിയിലാണെങ്കിലും അതിന്റെ സാങ്കേതികതയും നടത്തിപ്പും അമേരിക്കയുടെ കയ്യിലായിരിക്കും. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് സേനാതാവളം മാത്രമല്ല ആണവ ശക്തി കൂടിയാകും ഇനി ലഭിക്കുക എന്ന് അർത്ഥം. US സഹായത്തോടെ സൗദി ആണവശേഷി കൈവരിക്കുന്നത് ഇറാന് വലിയൊരു മുന്നറിയിപ്പാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ തങ്ങളും ആണവായുധം നിർമ്മിക്കുമെന്ന് സൗദി മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് മേഖലയിൽ ഒരു ആണവ മത്സരത്തിന് കാരണമായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. US കോൺഗ്രസിന് ഈ കരാർ പുനഃപരിശോധിക്കാൻ 90 ദിവസത്തെ സമയമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് ഈ കരാർ തടയാൻ സാധ്യതയില്ല എങ്കിലും ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ട്രംപ് ഭരണകൂടം വിട്ടുവീഴ്ച ചെയ്തുവെന്ന് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളുടെ വിമർശനം ശക്തമാണ്.